ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റർ അറ്റ് ഫിംഗർ ടിപ്സ്. ഇന്ന് നമുക്ക് ദി ഡോർ വേ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഈ ഒരു സെഷൻ നോക്കിയാലോ. ഇവിടെ രണ്ട് പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? എന്താണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും പ്രത്യേകത? രണ്ട് ചിത്രങ്ങളിലും ഒരു അമ്മയെയും കുട്ടിയെയും കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ? രണ്ട് ചിത്രങ്ങളിലും അമ്മ എന്ത് ചെയ്യാണ്? കുട്ടിയെ സ്കൂളിലേക്ക് വിടാനായിട്ട് ഒരുക്കി നിർത്തുന്നു അല്ലെങ്കിൽ യാത്ര അയക്കുന്നു അല്ലേ? നമുക്കിവിടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് ആൻസർ ചെയ്താലോ. വാട്ട് ഈസ് ദി ഫസ്റ്റ് ബോയ് ഡൂയിങ്? ആദ്യത്തെ ബോയ് എന്താണ് ചെയ്യുന്നത്? ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈസ് ഹി ഹാപ്പി? അവൻ സന്തോഷവാനാണോ? യെസ്, ഹി ഈസ് ഹാപ്പി. വാട്ട് ഈസ് ദി റീസൺ? ഹി ഈസ് ഇൻ യൂണിഫോം. ഹിസ് ഹെയർ ഈസ് കോംബ്ഡ്. ഹിസ് സ്കൂൾ ബാഗ് ഈസ് റെഡി. ഹി നോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്. സോ ആദ്യത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണല്ലേ. അവൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ അതിൻ്റെ കാരണം നമുക്കെങ്ങനെ മനസ്സിലാക്കാം അവൻ ഹാപ്പിയാണ് എന്ന്? അവൻ യൂണിഫോം ധരിച്ചിരിക്കുന്നു, അവൻ്റെ തലമുടി ചീകിയിരിക്കുന്നു, മാത്രവുമല്ല അവൻ്റെ സ്കൂൾ ബാഗും റെഡിയാണ്. അവന് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാം. ഇവിടെ വൊക്കാബുലറി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മൾ പറഞ്ഞു ഹിസ് ഹെയർ ഈസ് കോംബ്ഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് കോംബ്ഡ്? കോംബ്, ദി ആക്ട് ഓഫ് സെപ്പറേറ്റിംഗ് ട്വിസ്റ്റഡ് ഹെയർസ് ടു കീപ് ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ്. അതായത് നമ്മൾ മുടി ചീകി വൃത്തിയാക്കി സ്റ്റൈലിഷാക്കി വെക്കുന്നതിനെയാണ് കോംബ് ചെയ്യുക എന്ന് പറയുന്നത്. ലേണിംഗ്, ദി ആക്ട് ഓഫ് അക്വയറിംഗ് നോളജ് ഓർ സ്കിൽസ്. ലേണിംഗ് എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ പുതിയ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു കഴിവ് അക്വയർ ചെയ്യുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കായിട്ട് ഇവിടെ V1, V2, V3 വേർബ് ഫോംസ് തന്നിരിക്കുന്നു. ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കിയാലോ. Go, went, gone. Comb, combed, combed. Know, knew, known. Learn, learnt, learnt. നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റിന് ന്യൂ വൊക്കാബുലറീസ് അതുപോലെ വേർബ് ഫോംസ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയാലോ. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബോയ്? ഹി ഈസ് ക്രൈയിങ്. ഹി ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഹി ഹാസ് നോ യൂണിഫോം. ഹിസ് ഹെയർ ഈസ് അൺടൈഡി. ഹി ഡസ് നോട്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്. രണ്ടാമത്തെ ചിത്രത്തിലെ ആൺകുട്ടിയെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവന് സ്കൂളിൽ പോവുകയും വേണ്ട. അവന് യൂണിഫോമും ഇല്ല. അവൻ മുടി നല്ലതായിട്ട് ചീകി വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അൺടൈഡിയാണ്. അവൻ്റെ മുടി വൃത്തിയില്ലാതെ ചില്ലിപ്പറഞ്ഞൊക്കെ ഇരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അവന് പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുകയുമില്ല. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഹിസ് മദർ ഈസ് ആംഗ്രി. ഷീ ഈസ് ഫോഴ്സിങ് ഹിം ടു ഗോ ടു സ്കൂൾ. അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ അമ്മ ദേഷ്യത്തിലാണല്ലേ. മാത്രവുമല്ല അവനെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലേ, നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് പരിചയപ്പെട്ടാലോ.
Synonyms. Words having the same meaning or nearly the same meaning. Synonyms എന്ന് വെച്ചാൽ എന്താണ്? പര്യായ പദങ്ങൾ അഥവാ ഒരേ അർത്ഥം വരുന്ന വാക്കുകളെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഏറെക്കുറെ ഒരുപോലത്തെ മീനിങ് വരുന്ന വാക്കുകളെയും നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നു. ഹാപ്പി, glad, cheerful. Ready, willing, prepared. Importance, significance, priority. Cry, scream, weep. Tidy, neat, generous. Angry, furious, annoyed. Next, antonyms. Words that have the opposite meaning of another word. അതായത് വിപരീത അർത്ഥം വരുന്ന വാക്കുകളെയാണ് ആൻറ്റോണിംസ് അഥവാ വിപരീത പദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഹാപ്പി, സാഡ്, സോറോ. യൂണിഫോം, ഡിഫറെൻറ്റ്, വേരിഡ്. ഇമ്പോർട്ടൻസ്, unimportance, insignificance. Cry, laugh, chuckle. Tidy, untidy, messy. Angry, calm, peaceful. ഹാപ്പി എന്ന് വെച്ചാൽ എന്താണ്? സന്തോഷം. റെഡി എന്ന് വെച്ചാൽ എന്താണ്? തയ്യാറായി നിൽക്കുക അല്ലേ? ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രാധാന്യം. ക്രൈ, കരയുക. ടൈഡി എന്ന് വെച്ചാൽ വൃത്തി അല്ലേ? ആംഗ്രി, ദേഷ്യം. എല്ലാ വേർഡ്സും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ പുതിയ വാക്കുകൾ കാണുമ്പോൾ അത് നോട്ട് ചെയ്യുക. അതിൻ്റെ മീനിങ്, അതുപോലെ അതിൻ്റെ സമാന പദങ്ങൾ അല്ലെങ്കിൽ വിപരീത പദങ്ങൾ, അതെല്ലാം. അതോടൊപ്പം ഡിഫറെൻറ്റ് വേർബ് ഫോംസ്, സിനോണിംസ്, ആൻറ്റോണിംസ്, വേർഡ് മീനിങ് തുടങ്ങിയവ നമ്മൾ നോട്ട് ചെയ്യുകയും പഠിക്കുകയും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത് കൂടുതൽ വൊക്കാബുലറി നമുക്ക് കിട്ടും അല്ലേ? പുതിയ പുതിയ വേർഡ്സ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് കുറച്ചും കൂടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവും. സോ എല്ലാവരും ഇതെല്ലാം പഠിക്കുമല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കിനി കടക്കാം. Now your teacher will tell you about his or her first day at school. My first day at school was an interesting one. My parents helped me to get ready in the morning. They helped me to set my school bag by placing books, writing materials, lunch and drinking water inside the bag. At school, I met my teachers. All the teachers interacted to us in a very sweet and friendly manner. The teachers asked our names and they showed an interest to know about our family also. A few children cried because of their attachment to their home. They don't like to leave their house, but most children were happy. After 3 periods in the morning, we had an interval and we played some games during the interval. At 12:30, we got the lunch break. After eating the food, we rested for half an hour. Afternoon classes were started at 1:30 p.m. At 3 p.m., the school bell rang, announcing the end of the school day. I went my home happily, having enjoyed my first day at school, and I shared my first day experiences with my parents. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിലെ ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അല്ലേ? സ്കൂളിലെ എൻ്റെ ആദ്യ ദിവസം വളരെ രസകരമായിരുന്നു. രാവിലെ ഒരുങ്ങുവാൻ മാതാപിതാക്കൾ എന്നെ സഹായിച്ചു. പാഠപുസ്തകങ്ങൾ, എഴുത്ത് സാമഗ്രികൾ, ഉച്ചഭക്ഷണം, കുടിവെള്ളം എന്നിവ ബാഗിനുള്ളിൽ വെച്ച് എൻ്റെ സ്കൂൾ ബാഗ് സജ്ജീകരിക്കാൻ അവരെന്നെ സഹായിച്ചു. സ്കൂളിൽ ഞാൻ എൻ്റെ അധ്യാപകരെ കണ്ടു. എല്ലാ അധ്യാപകരും
ഞങ്ങളോട് വളരെ മധുരമായും സൗഹൃദപരമായും ഇടപഴകി. ടീച്ചർമാർ ഞങ്ങളുടെ പേരുകൾ ചോദിച്ചു. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും അറിയാൻ അവർ താൽപ്പര്യം കാണിച്ചു. വീടിനോടുള്ള അടുപ്പം കാരണം കുറച്ചു കുട്ടികൾ കരഞ്ഞു. വീട് വിട്ടിറങ്ങാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ മിക്ക കുട്ടികളും സന്തോഷത്തിലായിരുന്നു. രാവിലെ 3 പീരീഡുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഇടവേള ലഭിച്ചു. ഇടവേളയിൽ ഞങ്ങൾ കുറച്ച് ഗെയിമുകൾ കളിച്ചു. 12:30 ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അരമണിക്കൂർ വിശ്രമിച്ചു. ഉച്ചയ്ക്ക് 1:30 ക്ലാസ്സുകൾ ആരംഭിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സ്കൂൾ ദിനം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് സ്കൂൾ ബെൽ മുഴങ്ങി. സ്കൂളിലെ എൻ്റെ ആദ്യ ദിനം ആസ്വദിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി പങ്കുവച്ചു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 8 താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. Now your school teacher will tell you about his or her first day at school. How was your first day at school? Share with your friends. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള അനുഭവക്കുറിപ്പാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ കാണുമല്ലോ. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കുമല്ലോ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവുക. സോ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ, ഷെയർ ചെയ്യുമല്ലോ, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. Until then,